ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ശാന്തി പരീക്ഷയുടെ കുറച്ച് ക്വസ്റ്റ്യന് 100ഓളം ക്വസ്റ്റ്യനുകൾ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു. എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. താല്പര്യമുള്ളവർ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക. ഇന്നതിൻ്റെ അടുത്ത ഭാഗമാണ്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കുറച്ച് സ്പീഡായിരുന്നെന്ന് തോന്നുന്നില്ലേ, ഞാനത് ആദ്യമായിട്ട് അത്തരം ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത്രയും സ്പീഡായിപ്പോയത്. അപ്പം ആവശ്യമുള്ളവർക്ക് അതൊന്ന് പോസ് ചെയ്തിട്ട് വായിക്കാമല്ലോ ക്വസ്റ്റ്യനുകളൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചുകൂടെ സ്ലോയിൽ വായിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്ന് 70 ക്വസ്റ്റ്യനുകളാണ് ഉള്ളത്. കാര്യം ഒരുപാടെണ്ണം ഇട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യനുകളിലേക്ക് നമുക്ക് കിടക്കാം. ശാസ്താവിൻ്റെ വാഹനം ഏത്? കുതിര. കുതിരയാണ് ശാസ്താവിൻ്റെ വാഹനം. പഞ്ചഗവ്യം ഏതെല്ലാം? ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര്. ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പ്രമാണ ഗ്രന്ഥം ഏത്? വേദം. പിതൃകർമ്മത്തെപ്പറ്റി വിവരിക്കുന്ന പുരാണം ഏത്? ഗരുഡ പുരാണം. കാനനവാസിയായ അയ്യപ്പൻ പ്രതിഷ്ഠിക്കപ്പെട്ട അവസ്ഥ? നൈഷ്ഠിക ബ്രഹ്മചാരി. ക്ഷേത്രകലയായ കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യം മിഴാവ്. കലശപൂജയിങ്കൽ നടത്തേണ്ടതായ വാദ്യം പഞ്ചവാദ്യം. ക്ഷേത്രത്തിൽ ഉത്സവം എന്തിനു വേണ്ടി നടത്തുന്നു? ദേവചൈതന്യ വർദ്ധനവിന്. ശംഖധ്വനി എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ഓംകാരം. തന്ത്രി ദേവൻ്റെ പിതൃസ്ഥാനീയൻ ആകുന്നത് എങ്ങനെ? പ്രാണപ്രതിഷ്ഠ. നിവേദ്യത്തിന് ഒഴിച്ചുകൂടരുതാത്ത ദ്രവ്യം ഏത്? നെയ്യ്. വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചത് ആര്? ഭീഷ്മർ. അരയാലിന് ചെയ്യേണ്ട പ്രദക്ഷിണത്തിൻ്റെ എണ്ണം എത്ര? 7. ചാന്ദ്രവളയം എന്ന ഉപകരണം ഉപയോഗിച്ച് പാടുന്ന പാട്ട് രാമകഥാപാട്ട്. കണ്ണാടി ബിംബമുള്ള കോഴിക്കോട് ജില്ലയിലെ ക്ഷേത്രം ബാലുശ്ശേരി വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രം. സപ്തമാതൃക്കൾക്ക് പ്രതിഷ്ഠയുള്ള മലപ്പുറം ജില്ലയിലെ ക്ഷേത്രം തിരുമാന്ധാംകുന്ന് ക്ഷേത്രം. ശ്രീകൃഷ്ണൻ്റെ ഇഷ്ടമാല്യം ഏത്? വനമാല. കഥകളിയുടെ പൂർവ്വരൂപമായ രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവാര്? കൊട്ടാരക്കര തമ്പുരാൻ. വലിയ അടുക്കളയിലെ ചാമ്പൽ ഭസ്മമായി ഉപയോഗിക്കുന്ന ക്ഷേത്രം വൈക്കം ശിവക്ഷേത്രം. കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ എന്നീ ക്ഷേത്രങ്ങൾ ഏത് താലൂക്കിലാണ്? പത്തനാപുരം. തൃക്കല്യാണം നടക്കുന്ന ശാസ്താക്ഷേത്രം അച്ചൻകോവിൽ. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ പ്രസിദ്ധമായ നാഗരാജ ക്ഷേത്രം നാഗർകോവിൽ. ഏറ്റുമാനൂരിൽ 7.5 പൊന്നാന നടക്കി വെച്ച രാജാവ്? കാർത്തിക തിരുനാൾ. അന്നദാനത്തിന് പ്രാതൽ എന്ന് വിളിപ്പേരുള്ള ക്ഷേത്രം വൈക്കം മഹാശിവക്ഷേത്രം. ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്ന ഗ്രന്ഥം ഭഗവത്ഗീത. ശബരിമല ദേവസ്വം ഗ്രൂപ്പിൻ്റെ ആസ്ഥാനം എവിടെ? പത്തനംതിട്ട. പഞ്ചലോഹം ഏതെല്ലാം? പിച്ചള, ചെമ്പ്, ഇരുമ്പ്, സ്വർണം, വെള്ളി. മഹാക്ഷേത്രങ്ങളിൽ സൂര്യപ്രകാശം ബിംബത്തിൽ പതിക്കും വിധം സൂര്യൻ ഉയരുമ്പോൾ നടത്തപ്പെടുന്ന പൂജ എതിർത്ത പൂജ. ക്ഷേത്രാചാര വിധിപ്രകാരം നടത്തപ്പെടുന്ന മുളയിടീൽ കർമ്മത്തിൽ എത്ര പാലികകളിലായാണ് മുളയിടുന്നത്? 16. കൂത്തിനുപയോഗിക്കുന്ന ഗദ്യ, പദ്യ സങ്കലിതങ്ങളായ കൃതികൾ പ്രബന്ധങ്ങൾ. വേദമന്ത്രത്തിലെ പദങ്ങൾ മറിച്ചും തിരിച്ചും ചൊല്ലി ക്രമമുറപ്പിക്കുന്ന രീതിയാണ് ജടാപാഠം. പഞ്ചഗവ്യത്തിലെ ചാണകം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? പൃഥ്വി. തത്വമസി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അത് നീയാകുന്നു. പള്ളി ഉണർത്താൻ ഉപയോഗിക്കുന്ന വാദ്യം ഏത്? ശംഖ്. ഒരു മഹാക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ഏതെല്ലാം? ഉഷപ്പൂജ, എതിർത്ത പൂജ, പന്തീരടി പൂജ, ഉച്ചപൂജ, അത്താഴപൂജ. പ്രഭാതത്തിൽ അഭിഷേകത്തിന് ശേഷമുള്ള പൂജ ഉഷപ്പൂജ. സൂര്യോദയത്തിന് ശേഷം നിഴലിന് 10 അടി നീളം വരുന്ന സമയത്ത് നടത്തുന്ന പൂജ പന്തീരടി പൂജ.
ഒരു ദിവസം ഒരു നേരം മാത്രം പൂജയുള്ള ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളുടെ പൊതുനാമം പെറ്റി ദേവസ്വം. 2 നേരം പൂജയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളുടെ പൊതുനാമം മൈനർ ക്ഷേത്രങ്ങൾ. മഹാവിഷ്ണുവിൻ്റെ ചക്രത്തിൻ്റെ പേരെന്ത്? സുദർശനം. അഭിവാദ്യത്തിന് പെരുവിരലിനോടൊപ്പം ഉപയോഗിക്കുന്ന വിരൽ ഏത്? മോതിരവിരലും നടുവിരലും. ഭസ്മം ആദ്യം ഏതംഗത്തിലാണ് കുറിയിടുക? ശിരസിൽ. ചന്ദനം ആദ്യം ഏതംഗത്തിലാണ് കുറിയിടുന്നത്? നെറ്റിയിൽ. പീഠാപൂജാക്രമമായ ഷഡോപചാരങ്ങളുടെ ക്രമം ഏത്? ജല, ഗന്ധ, പുഷ്പ, ധൂപ, ദീപ, ജലം. ഭഗവതിയുടെ മൂലമന്ത്രം ഏത്? ഓം ഹ്രീം ദും ദുർഗായൈ നമഃ. വിഷ്ണുവിൻ്റെ മൂലമന്ത്രം ഏത്? ഓം നമോ നാരായണായ. ഗണപതിയുടെ മൂലമന്ത്രം ഏത്? ഗം നമഃ. ശാസ്താവിൻ്റെ മൂലമന്ത്രം ഏത്? ഓം ഹ്രും നമ പരായ ഗോത്രേ. ആവാഹന തുടങ്ങുന്നത് ഏതു സ്ഥലത്തു നിന്നാണ്? മൂലാധാരം. പൂജാക്രമങ്ങളിൽ ആയുധം ന്യസിക്കൽ ദേവീദേവന്മാരുടെ ഏതു ഭാഗത്തു നിന്നാണ് തുടങ്ങുക? വലതുനിന്ന്. ഛന്ദസ് ചൊല്ലി തുടങ്ങുന്ന ക്രമം ഏത്? ശിരസ്, മൂക്ക്, ഹൃദയം. പൂജയിൽ അർഘ്യം കൊടുക്കുന്നത് ശംഖ്. ചന്ദനവും പൂവും ചേർത്താൻ ഉപയോഗിക്കുന്ന മന്ത്രം ഏത്? മൂലം. മൂർത്തി ആവാഹനയിൽ ധൂപമുദ്രയ്ക്ക് ഉപയോഗിക്കുന്ന വിരലുകൾ ഏത്? പെരുവിരലും ചൂണ്ടാണി വിരലും. മാനസപൂജയിൽ പഞ്ചഭൂതങ്ങളിൽ അഗ്നിമുദ്ര ചൊല്ലുന്നത് ഏത്? രം അഗ്ന്യാത്മനാ ദീപം കൽപ്പയാമി. നിവേദ്യത്തിൽ ഉപസ്തരിക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രങ്ങൾ ഏത്? ഗായത്രിയും മൂലവും. പ്രാണാഹൂതിയുടെ എണ്ണം എത്ര? 5. ഗണപതി ഹോമം നടത്തുന്ന സമയം അരുണോദയം. ഗണപതി ഹോമത്തിന് ആവാഹനയിൽ സങ്കല്പിക്കേണ്ടത് സൂര്യമണ്ഡലം. പ്രസന്ന പൂജയ്ക്ക് നടയടച്ച സമയത്ത് മാരാര് കൊട്ടിപ്പാടുന്നത് അഷ്ടപതി. വൃത്താകൃതിയിലുള്ള ശ്രീകോവിലുകളുടെ ഗർഭഗൃഹത്തിൻ്റെ ആകൃതി സമചതുരം. ക്ഷേത്ര ചുറ്റമ്പലത്തിൽ തിടപ്പള്ളിയുടെ ആദ്യ സ്ഥാനമേത്? തെക്ക് കിഴക്ക്. മണി കൊട്ടി പൂജയ്ക്ക് ഉപയോഗിക്കുന്ന വിളക്ക് കൊടിവിളക്ക്. ശ്രീകോവിലിൻ്റെ 3 വശത്തുമുള്ള ഭിത്തിയിലും വാതിൽ പോലെ നിർമ്മിക്കുന്ന അലങ്കാരത്തിൻ്റെ പേരെന്ത്? ഘനദ്വാരം. ശിവലിംഗ പ്രതിഷ്ഠയിൽ ശിവലിംഗത്തിൻ്റെ 1/3 ഭാഗം പീഠത്തിനുള്ളിൽ വരുന്നു. ആ ഭാഗത്തിൻ്റെ ആകൃതി എന്താണ്? അഷ്ടഭുജം. വള്ളംകളിയുടെ പേരിൽ പ്രശസ്തമായ ക്ഷേത്രം ഏത്? ആറന്മുള. കാന്തള്ളൂർ ശാല പ്രവർത്തിച്ചിരുന്നതായി കരുതപ്പെടുന്ന ക്ഷേത്രം ഏത്? വലിയ ശാല. കുത്തിയോട്ടം എന്ന അനുഷ്ഠാനത്തിന് പ്രാധാന്യമുള്ള ആലപ്പുഴ ജില്ലയിലെ ക്ഷേത്രം ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം. തിരുവാർപ്പുഷ എന്നറിയപ്പെടുന്നത് എന്താണ്? തിരുവാർപ്പിലെ പായസ നിവേദ്യം. കുങ്കുമം പ്രസാദമായി നൽകുന്നത് ഏത് ക്ഷേത്രത്തിൽ? ദുർഗാക്ഷേത്രത്തിൽ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. കഴിഞ്ഞ ഭാഗത്തിൽ കാണാത്തവർ ആ ചോദ്യങ്ങളും കൂടി കാണുക. ഇപ്പോഴാകെ 170 ചോദ്യങ്ങളായി. ഇനിയും തുടർന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞാൻ അടുത്ത ഭാഗത്തിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.